ഹലോ, എല്ലാവർക്കും സുഖല്ലേ? നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്. നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നല്ല നല്ല കോഴ്സസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, നല്ല സ്റ്റഡീസിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത ഒരു സ്റ്റുഡൻസും ഇല്ല എന്നുള്ളതാണ്. സോ എങ്ങനെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം? അതിന് ചെറിയൊരു മെത്തേഡ്, നമ്മുടെ സ്റ്റഡി മെത്തേഡിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഇതുവരെ പോകുന്നത് ചിലപ്പോൾ ഒരു ബോറിംഗ് മെത്തേഡായിരിക്കും. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നാൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ സ്റ്റഡീസിൽ കൊണ്ടുവരാൻ കഴിയും. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് സ്റ്റഡി ടെക്നിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തതാണ് പോമോഡോറോ മെത്തേഡ്. പോമോഡോറോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നതിനുള്ള സൊല്യൂഷനാണ്. പോമോഡോറോ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ +2 കാലമാണ്. അവസാന ഹോസ്റ്റലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവസാന സമയത്താണ് പഠിക്കാൻ സമയം കിട്ടുക, വേറെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ആ 30 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സിലബസും കവർ ചെയ്തു എന്ന് മാത്രമല്ല, എൻ്റെ റിസൾട്ട് ഫുൾ A+ ആയിരുന്നു. അതിന് ഒരേ ഒരു കാരണം ഞാൻ ഈ പോമോഡോറോ മെത്തേഡ് ഉപയോഗിച്ചു എന്നതാണ്. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റിലാക്സ് ആയിട്ട് എല്ലാ വർക്കുകളിൽ നിന്നും എല്ലാ ബിസിയിൽ നിന്നും മാറിയിട്ട് നിങ്ങൾ സ്റ്റഡി ടാബിൽ വന്നിരിക്കുക. എന്നിട്ട് 25 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം. 25 മിനിറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഫോൺ തൊടാതെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് 25 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ആ സമയം റീൽസിലേക്ക് പോകാൻ പാടില്ല. ആ സമയം വേറെ ഇതുപോലത്തെ ഫോൺ തൊടാനൊന്നും പോകാൻ പാടില്ല. പകരം എന്തെങ്കിലും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫിസിക്കൽ സ്ട്രെച്ചിങ് നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് പാട്ടൊക്കെ പാടാം, ഒന്ന് റിലാക്സ് ആവുക. എന്നിട്ട് വീണ്ടും 25 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുക, വീണ്ടും പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അങ്ങനെയാണ് പോമോഡോറോ മെത്തേഡ് നമ്മൾ ഈ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് 100% ഫോക്കസ്ഡ് ആയിട്ട് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, നോട്ട്സും ക്ലാസ്സും ഒക്കെ ഫോണിലുള്ളത്, അപ്പോൾ എങ്ങനെ പഠിക്കാം? അതിനുള്ള സൊല്യൂഷനാണ്. ഇനി നിങ്ങൾക്ക് കുറച്ച് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതായത് ആപ്പ് ബ്ലോക്ക്, അതുപോലെ തന്നെ ഫോറസ്റ്റ്, സ്റ്റേ ഫ്രീ എന്ന കുറച്ച് ആപ്പുകളുണ്ട്. അതിൽ പ്രീമിയം വേർഷൻ ഉണ്ട്, അല്ലാത്ത ഫ്രീ വേർഷൻ ഉണ്ട്. നിങ്ങൾ ഫ്രീ വേർഷൻസ് നിങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് തരുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ആക്റ്റീവ് റീകോൾ. ഇതിന് ടോപ്പേഴ്സ് സീക്രട്ട് എന്നൊക്കെ ഇതിന് പേരുണ്ട്. അത് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറ് ഈ ടോപ്പേഴ്സൊക്കെ എങ്ങനെയാണ് പഠിക്കാറുള്ളത്, അവർ പഠിക്കുന്ന മെത്തേഡാണിത്. ഇത് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും അവരെ പോലെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കും. അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ നോട്ട് ബുക്ക് ക്ലോസ് ചെയ്യും. എന്നിട്ട് മൈൻഡിലോട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് പലതും അവർക്ക് കിട്ടാണ്ടാവും, അല്ലെങ്കിൽ പലതും അവർക്ക് മനസ്സിലേക്ക് വരാതെ വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വരും, ഏതെങ്കിലും വേർഡ് മറന്നു പോകും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ ടെക്സ്റ്റ് ബുക്ക് തുറക്കും. എന്നിട്ട് ആ വേർഡോ അല്ലെങ്കിൽ ആ സെൻറ്റൻസോ അല്ലെങ്കിൽ ആ പോർഷനോ എന്താണ് അവർക്ക് കിട്ടാത്തത് അത് ജസ്റ്റ് റെഫർ ചെയ്ത് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്യും. എന്നിട്ട് വീണ്ടും മനസ്സിലോട്ട് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. സോ ഇതൊരു അപാരമായ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മറക്കാതെ നല്ല രീതിയിൽ പഠിക്കാനും കഴിയും, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. അടുത്ത മെത്തേഡാണ് ബ്ലേർട്ടിംഗ് മെത്തേഡ്. ബ്ലേർട്ടിംഗ് മെത്തേഡ് എന്ന് കേൾക്കുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. അതായത് നിങ്ങൾക്ക് ഇത് എക്സാമിൻ്റെ ആ ഒരു സമയത്തുണ്ടല്ലോ, അതായത് അവസാന സമയത്ത് നിങ്ങൾ ചെയ്യാം. ആ ദിവസവും, അതായത് അന്നന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി നിങ്ങൾക്ക് ചെയ്യാവുന്ന മെത്തേഡാണ് ബ്ലേർട്ടിംഗ് മെത്തേഡ്. ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക, ഇതുപോലത്തെ ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക. എന്നിട്ട് മനസ്സിലോട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് അന്ന് പഠിച്ച ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓരോ പോയിന്റുകളായിട്ട്, അല്ലെങ്കിൽ ഓരോ വേർഡിലൂടെ എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്റൻസ് ആക്കി എഴുതാം. അങ്ങനെ നിങ്ങൾ പരമാവധി എഴുതുന്ന സമയത്ത് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ഏതെങ്കിലും കാര്യം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. എന്നിട്ട് എവിടെയാണോ ഗ്യാപ്പ് വന്നത്, അല്ലെങ്കിൽ ഏത് കാര്യമാണോ ഈ ബ്ലേർട്ടിംഗ് മെത്തേഡിൽ നമ്മൾ എഴുതാൻ വിട്ടുപോയത് എന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യുക, എന്നിട്ട് അത് പഠിക്കാൻ നോക്കാം. സോ സിമ്പിളാണ്, കാരണം ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എഴുതിയത് മൊത്തം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവും, അത് മാത്രം പഠിച്ചാൽ മതി. ഇതും ഒരു ടോപ്പേഴ്സ് സീക്രട്ടാണ്. സോ ഇങ്ങനെയും പഠിക്കാൻ നോക്കാം. ഇനി അടുത്ത മെത്തേഡാണ് ഫെയ്മാൻ ടെക്നിക്ക്. ഇത് അടിപൊളി ടെക്നിക്കാണ്. ഞാൻ പയറ്റി നോക്കിയതാണ്, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അവർക്കും ഉപകാരപ്പെടും, നമുക്കും ഉപകാരപ്പെടും. ഫെയ്മാൻ ടെക്നിക് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ +2 നമ്മൾ വലിയ ഫിസിക്സോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഡീപ്പായിട്ട് ഒരു കൊച്ചു കുട്ടിക്ക് നമ്മൾ എങ്ങനെയാണോ വിവരിച്ചു കൊടുക്കുന്നത് അതേപോലെ നമ്മൾ പഠിച്ച കാര്യം വിവരിച്ചു കൊടുക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീപ്പായിട്ടാണ് അവിടെ റിസർച്ച് ഒക്കെ നടത്തുന്നത് പോലെ ഡീപ്പായിട്ട് നമ്മൾ
പഠിക്കും. ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് സ്റ്റിക്കി ആയിട്ട് നമ്മളെ ബ്രെയിനിൽ നിൽക്കുന്നുള്ളതാണ്. ഇനി അഥവാ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഞാനൊരു ക്ലാസ് ടീച്ചറാണ്, എൻ്റെ മുമ്പിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ നോക്കാം. എൻ്റെ ഒരു സ്ഥിരം ടെക്നിക്കാണ് ഫെയ്മാൻ ടെക്നിക്ക്. സോ അതൊന്ന് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, എഫക്റ്റീവാണ്. സോ ഞാൻ ഇതുവരെ പറഞ്ഞത് 4 ടെക്നിക്കുകളാണ്. ഒന്നാമത് പോമോഡോറോ ടെക്നിക്, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്. പിന്നെ ആക്റ്റീവ് റീകോൾ, എല്ലാം പഠിച്ചതിന് ശേഷം ജസ്റ്റ് പുസ്തകം പൂട്ടി കാര്യങ്ങൾ ഓർത്തെടുക്കുക, അതൊരു ടെക്നിക്കാണ്. പിന്നെ ബ്ലേട്ടിംഗ് മെത്തേഡ്, പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്ത് കാര്യങ്ങളൊക്കെ എഴുതി നോക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി ഏതാണ് വിട്ടുപോയത് എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് മെത്തേഡാണ് ഫെയ്മാൻ ടെക്നിക്ക്, പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. സോ ഈ 4 ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ല രീതിയിൽ മാർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ചിലപ്പം ക്ലാസ്സിൽ പഠിപ്പിയാവാൻ ചാൻസ് ഉണ്ട്. ഒരു വീക്കെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. സോ സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യാനും ലൈഫ് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും ഈ ചാനലൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.